അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാഇ. ലോകരോട് നിങ്ങൾ കരുണ ചെയ്യുക, ആകാശാധിപൻ നിങ്ങളോട് കരുണ ചെയ്യും എന്ന പ്രവാചകാധ്യാപനത്തിലൂടെ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. എൻ്റെ വിഷയം സ്നേഹം എന്നുള്ളതാണ്. ജാതിഭേദമന്യേ, മനുഷ്യരുടെ പ്രായവ്യത്യാസമന്യേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആശയമാണ്, ഒരു സംഗതിയാണ് സ്നേഹം എന്നുള്ളത്. സ്നേഹമെന്ന് പറയുമ്പോൾ അതിൽ വാത്സല്യമുണ്ട്, കാരുണ്യമുണ്ട്. നമുക്ക് എന്തൊക്കെ ഡെഫിനിഷൻ അതിന് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. എന്നിരുന്നാലും ഞാൻ പറയട്ടെ, എല്ലാവരും ദാഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സ്നേഹത്തിന് വേണ്ടിയാണ്. മക്കൾ മാതാപിതാക്കളുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ചെറിയവർ മൂത്തവരുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. സ്നേഹം എന്നതുകൊണ്ട് നമ്മിൽ ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം, കേവലം മക്കളുടെ കാര്യങ്ങൾ, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നാം അവരെ സ്നേഹിച്ചു എന്നുള്ളത്. കേവലം അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് കൊണ്ടോ, അവർക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുത്തത് കൊണ്ടോ ഒരിക്കലും ഒരു സ്നേഹപ്രകടനം ആകുന്നില്ല. അത് കേവലം പറയുന്നതിന് ഒരു സ്നേഹം മാത്രമേ ആകുന്നുള്ളൂ. പ്രകടനമാണ് നമുക്ക് ആവശ്യമുള്ളത്. രക്ഷിതാക്കളായ നാം ശ്രദ്ധിക്കേണ്ട മുഖ്യമായ വിഷയം, നമുക്ക് മക്കളോട് സ്നേഹം കാണിച്ചു കൊടുക്കാൻ സമയം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നിരിക്കൽ നമ്മുടെ ജോലി തിരക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ടെൻഷനായിരിക്കാം. എന്നിരുന്നാലും നാം മറന്നുപോകുന്ന ഒരു വിഷയമാണ് മക്കളോടുള്ള സ്നേഹമെന്നുള്ളത്. അത് മുകൾ തട്ടിൽ നിന്ന് താഴെത്തട്ടിലേക്ക് ലഭിക്കുമ്പോൾ, താഴെത്തട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ട് മുകൾ തട്ടിലോട്ട് ബഹുമാനം എന്നുള്ള, അതല്ലെങ്കിൽ ആദരം എന്നുള്ള ഒരു സംഗതി ഓട്ടോമാറ്റിക്കലായി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. നാം പഠിച്ചിട്ടുണ്ട്, മാതാവിൻ്റെ മടിത്തട്ട് അതാണ് നമ്മുടെ ആദ്യത്തെ വിദ്യാലയം എന്നുള്ളത്. അവിടെ നിന്നാണ് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാഠങ്ങൾ നാം പ്രഥമമായി പഠിക്കുന്നതും. അപ്പോൾ ആ മടിത്തട്ട് രക്ഷിതാക്കളായ നാം ശ്രദ്ധിക്കേണ്ടത്, അവരോട് എത്രമാത്രം നാം സമയം ചെലവഴിക്കുന്നു, അവരുടെ വിജയങ്ങൾ നാം എത്രമാത്രം ആഘോഷിക്കുന്നു, അവരുടെ പരാജയങ്ങളിൽ നാം എത്രമാത്രം ദുഃഖം ചേരുന്നു എന്നതിലാണ് കാര്യം കിടക്കുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് മുമ്പിൽ വെച്ചു തരാം. എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന വലിയൊരു കുടുംബം. അച്ഛൻ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്, അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറായി വർക്ക് ചെയ്യുന്നു. അവർക്ക് 2 മക്കളാണ്. വലിയൊരു സമ്പന്ന കുടുംബമാണ്. സമൂഹത്തിനിടയിൽ വലിയ വില കൽപ്പിക്കപ്പെടുന്ന ഒരു ഫാമിലിയാണ്. ഈ ആർമിയിൽ ജോലി ചെയ്യുന്ന അച്ഛൻ്റെയും ഡോക്ടറായി ജോലി ചെയ്യുന്ന അമ്മയുടെയും 2 മക്കൾ. മൂത്ത പെണ്ണാണെങ്കിൽ +2 പഠിക്കുന്നു, ഇളയവളാണെങ്കിൽ 10ാം തരത്തിലും പഠിക്കുന്നു. ഒരു ദിവസം +2 പഠിക്കുന്ന ഈ പെൺകുട്ടി 3ാമതായി ഒരു സൂയിസൈഡിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ്. പക്ഷേ ആളുകൾ ഇടപെട്ടതുകൊണ്ട്, ചില ആളുകൾ കണ്ടതുകൊണ്ട് മരണത്തിൽ നിന്ന് ഈ പെൺകുട്ടി രക്ഷപ്പെടുന്നു. രക്ഷിതാക്കൾ വെപ്രാളപ്പെട്ടുകൊണ്ട്, ഭയന്നുകൊണ്ട് എന്താണ് ഇതിന് കാരണമെന്നറിയാൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിനെ വീട്ടിലേക്ക് വരുത്തുന്നു. സൈക്കോളജിസ്റ്റ് വീട്ടിൽ വന്നപ്പോൾ കാണാൻ സാധിച്ചത്, ബെഡിൽ മലർന്നു കിടന്ന് കൈ മുറിച്ച നിലയിൽ തലയണ മുറുകെ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെയാണ് കണ്ടത്. അപ്പോൾ
ഈ സൈക്കോളജിസ്റ്റ് ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നു, ഇത്രമാത്രം സ്നേഹം തരുന്ന രക്ഷിതാക്കൾ സാമ്പത്തികമായി ഒന്നും തന്നെ പരാതിപ്പെടാനുള്ള ഒരു അവസരം അവർ നിങ്ങൾക്ക് നൽകുന്നില്ല, പിന്നെ എന്തിനാണ് മക്കളെ ഈ ഒരു അപരാധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി വളരെ വിഷമത്തോടുകൂടി ആ ഡോക്ടറുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞത്, ഇവരാണോ എൻ്റെ അച്ഛനമ്മമാർ, ഇവരാണോ എനിക്ക് സ്നേഹം തരുന്നു എന്ന് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് തിരിച്ചു ചോദിക്കുന്നു, ഏത് രീതിയിലാണ് അവർ നിങ്ങൾക്ക് സ്നേഹം തരാത്തത്? അപ്പോൾ ഈ മകൾ പറയുന്നു, അച്ഛൻ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്, എപ്പോഴെങ്കിലും ലീവിൽ നാട്ടിൽ വന്നാൽ ഞങ്ങളോട് സംസാരിക്കാറില്ല, വീട്ടിലേക്ക് വന്നാൽ ബാത്റൂമിൽ പോകും, ബാത്റൂമിൽ നിന്ന് റൂമിലേക്ക് പോയാൽ ബാങ്കിൻ്റെ പാസ്ബുക്ക് എടുത്തുകൊണ്ട് കണക്കുകൾ ഇങ്ങനെ ഓരോന്നായി നോക്കും, അതിൽ എന്തെങ്കിലും പൈസ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയോട് ദേഷ്യപ്പെടും, അമ്മ ഞങ്ങൾക്കുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് പണം അതിൽ നിന്ന് ചെലവഴിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു അച്ഛനാണ് ഞങ്ങൾക്കുള്ളത്. ഈ അച്ഛനാണോ നമുക്ക് സ്നേഹം തരുന്നത് എന്ന് നിങ്ങൾ പറയുന്നത്? രണ്ടാമത് ഈ അമ്മയുടെ വിഷയം ചോദിച്ചപ്പോൾ ഈ മക്കൾ പറഞ്ഞത്, അമ്മയും ഞങ്ങൾക്ക് സ്നേഹം തരാറില്ല. അമ്മ ജോലിക്ക് പോകുന്നു, വൈകുന്നേരങ്ങളിൽ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ സാരിയുടെ തുമ്പ് പിടിച്ചുകൊണ്ട് ഞങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അമ്മ പറയും, പോയി പഠിക്ക്, പരീക്ഷയുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് ദേഷ്യപ്പെടും. ഇതാണോ ഞങ്ങൾക്ക് തരുന്ന സ്നേഹമെന്ന് പറയുന്നത്? പിന്നീട് ഈ അമ്മയെ വിളിച്ചുകൊണ്ട് സൈക്കോളജിസ്റ്റ് ചോദിക്കുന്നു, നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാറില്ലേ? ആ സമയത്ത് ഈ രക്ഷിതാക്കൾ ഈ അമ്മ പറഞ്ഞത്, ഞാൻ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അച്ഛൻ്റെ സമ്പത്ത് കൊണ്ട് അവർക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കാറില്ല, അതുകൊണ്ട് ഞാൻ മുഴുവൻ സമയങ്ങളും ജോലി തിരക്കിലാണ് എന്ന് പറയുമ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് ഈ കാര്യം തിരക്കിയപ്പോൾ അച്ഛൻ പറയുന്നത് വേറൊരു കാര്യമാണ്. ഞാൻ ആർമിയിൽ ജോലി ചെയ്യുന്നു, വലിയ സന്തോഷത്തിലൊന്നുമല്ല ഞാൻ അവിടെ ജോലി ചെയ്യുന്നത്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ സ്വരുകൂട്ടി വെച്ച പണങ്ങൾ വലുതാകുമ്പോൾ ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കേണ്ട സമയത്ത് അതിനു വേണ്ട ചെലവിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന വിഷയമാണ് അച്ഛനിവിടെ പറഞ്ഞത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഇവരിൽ എല്ലാവരും പറയുന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നു, സ്നേഹം കൊടുക്കുന്നു, നൽകുന്നു എന്ന്. സത്യത്തിൽ അവർക്ക് സ്നേഹം കാണിച്ചു കൊടുക്കാൻ അറിയുന്നില്ല, അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്നേഹം ലഭിക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഭാവി നഷ്ടപ്പെട്ട മക്കൾ നമുക്ക് മുമ്പിലുണ്ട്. മറ്റൊരു ഭാഗത്ത് ഈ ഒരു സ്നേഹം ലഭിക്കാത്തതിൻ്റെ പേരിൽ തളരാതെ അതിനെ ഭേദിച്ചുകൊണ്ട് വാശിയിൽ അവരുടെ ഭാവി മെച്ചപ്പെടുത്തിയ ചില ആളുകളും നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹമെന്നുള്ളത് അത് പ്രകടിപ്പിക്കാനാണ്, അത് പ്രസംഗിച്ച് നടക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ വലിയവരായ ആളുകൾ ചെറിയ ആളുകളോട് കരുണപരമായിട്ട് അതല്ലെങ്കിൽ സ്നേഹപ്രകടനമായിട്ട് കാണിച്ചു കൊടുക്കണം. രക്ഷിതാക്കൾ പ്രത്യേകിച്ചും മക്കളോട് കരുണ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പ്രവാചക അധ്യാപനത്തിൻ്റെ ആശയം ഇവിടെ പ്രസക്തമാക്കുന്നത്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.